നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. PV അൻവർ MLA പോലീസ് ADGP MR അജിത് കുമാറിനെതിരെയും പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെതിരെയും ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് 24 മണിക്കൂറിനകം PV അൻവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയതായി അൻവർ തന്നെ പറഞ്ഞു. കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും പറഞ്ഞു. അന്വേഷണത്തിൻ്റെ സത്യസന്ധതയിൽ അദ്ദേഹത്തിന് യാതൊരു അവിശ്വാസവുമില്ല. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരും പാർട്ടിയും തീരുമാനിക്കുമെന്നുമാണ് അൻവർ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി നൽകി അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന നിലപാട് പറഞ്ഞതോടെ മാധ്യമങ്ങൾക്ക് അൻവർ കീഴടങ്ങിയവനായി മാറി. വിവാദങ്ങൾക്കപ്പുറം ജനങ്ങൾക്കിടയിലുണ്ടായ സംശയങ്ങൾ അകറ്റാൻ സത്യം പുറത്തു വരികയാണ് വേണ്ടത്. ആ നിലയ്ക്ക് 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ച സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം പരമപ്രധാനമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകൻ, ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ. ഇപ്പോൾ ചർച്ചയിൽ റെജി ലൂക്കോസ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ശ്രീ പൊടിപ്പാറയും എത്തിയിട്ടുണ്ട്. ഇവിടെ റെജി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായി കണ്ട ശേഷം മാധ്യമങ്ങളോട് അൻവർ സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി വാർത്താ സമ്മേളനങ്ങളിലൂടെ പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ പല ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ച ഒരു MLA മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ആ അന്വേഷണത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം എടുത്തൊരു പൊതുനിലപാട് ഏത് നിലയിലാണ് റെജി മനസ്സിലാക്കുന്നത്? ശരത്തെ, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അൻവറിൻ്റെ പുറകെയായിരുന്നു, PV അൻവർ MLAയുടെ പുറകെയായിരുന്നു. സധൈര്യം അദ്ദേഹം ഒരു 2-3 പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ എന്താണ് ഉദ്ദേശം അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഒരു പരിധിവരെ അത് ശരിയെന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളിൽ നിന്നുണ്ടായി. കൂടാതെ തന്നെ അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും ഉചിതമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് കണ്ണൂരിൽ ഇന്നലെ രാവിലെ 7:30 ആയപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിലുപരിയായിട്ട് കേരളം ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്തരം ഒരു നിയമസഭാ സാമാജികൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഉയർന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ കോട്ടയത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാം ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ എങ്കിൽ അത് ഒരിക്കൽ കൂടി പറയാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? പോലീസിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആര് നടത്തിയാലും കർശനമായി നേരിടും. ചില ആളുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടായിട്ടായിട്ട് സമൂഹത്തിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഉന്നതരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ കേരളം കണ്ടു. അല്ലാതെ കണ്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യും, നാളെ രാവിലെ ട്രാൻസ്ഫർ ചെയ്തൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില CPM വിരോധികളായ മാധ്യമങ്ങൾ ഇന്നലെ ചമച്ച വാർത്തകളാണ് ഏറ്റവും പരിതാപകരമായി പോയത്. അവർ ബ്രേക്കിംഗ് കൊടുത്തു, അജിത് കുമാർ എന്ന് പറയുന്ന ADGPയെ സസ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ എൻ്റെ പേരിൽ നടപടി ഉടനെ പ്രഖ്യാപിക്കും, അദ്ദേഹത്തിനെ ക്രമസമാധാനത്തിൽ നിന്ന് മാറ്റും, അതുപോലെ തന്നെ സുജിത് ദാസ് എന്ന് പറയുന്ന പത്തനംതിട്ട SP സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ വാർത്തകൾ കൊടുത്തു. ഇവർക്ക് എവിടുന്ന് ഇങ്ങനെ വാർത്ത കൊടുക്കാനുള്ള സോഴ്സ് കിട്ടി? അങ്ങനെ ഒരു വാർത്ത ചമയ്ക്കാനായിട്ട് നിയമസംഹിതയോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൽ നിന്നും അങ്ങനെ ഒരു വാർത്ത ചമയ്ക്കാനായിട്ടുള്ള ആധികാരികത ഇവർക്ക് എവിടുന്ന് കിട്ടി? അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായിട്ട് പോലീസ് അവരുടെ തന്നെ അസോസിയേഷനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിക്കും. ദാറ്റ് മീൻസ് അന്വേഷിക്കാനുള്ള ചുമതല അദ്ദേഹം ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നിയമസംഹിത, അതാണ് ഭരണഘടന നമ്മളോട് വിവേചനം ചെയ്യുന്നത്. അതേ മാധ്യമങ്ങൾ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട PV അൻവർ MLA മുഖ്യമന്ത്രിയെ 12:20 കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ PV അൻവറുടെ നിലപാടിൽ നിന്ന് ഒരു കടുക് മണിക്ക് പോലും അദ്ദേഹം വ്യത്യാസം വരുത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇനി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും മുഖ്യമന്ത്രിയും സർക്കാരുമാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇതുവരെയുള്ള ഈ കാര്യങ്ങൾ വന്നത്. പക്ഷെ അവിടെ ചമ്മിപ്പോയത് ആരാ? കേരളത്തിൻ്റെ മാധ്യമങ്ങളാണ്. അൻവർ കീഴടങ്ങിയിരിക്കുന്നു. അൻവർ ആരുടെ മുമ്പിലാണ് കീഴടങ്ങിയിരിക്കുന്നത്? PV അൻവർ MLA ആരുടെ മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ടോ?
തൻ്റെ പിതാവിനെ പോലെ കാണുന്നു താൻ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം കാര്യമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ PV അൻവറെ കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് ജുഗുൽസാപരമായിട്ടുള്ള തെറ്റിദ്ധാരണകളും കേരളത്തിൽ പടർന്നു. എന്താണ് അത്? CPM എന്ന് പറഞ്ഞ പാർട്ടിനെ ഇഴുത്തി കാണിക്കാനായിട്ട് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതാ. അവർ പറഞ്ഞു ചില ഓൺലൈൻ മാധ്യമങ്ങളും പിന്നെ തലക്കെട്ട് നിരത്തി. എന്താ പറഞ്ഞേ? അൻവറിൻ്റെ ലക്ഷ്യം വേറെയാണ്, അൻവറിനോടൊപ്പം CPM-ലെ ഒരു വിഭാഗമുണ്ട്, അൻവർ ലക്ഷ്യമിടുന്നത് P ശശിയെ മുഖ്യമന്ത്രിയുമാണ്, അൻവർ പാർട്ടി മാറാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ കൊടുത്തു. PV അൻവറിനെ ശ്രദ്ധിക്കുന്നവർക്കറിയാം, അദ്ദേഹം മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുകയും അതിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ച ചിലരുടെ ഇച്ഛാഭംഗമാണ് ഇന്ന് കേരളം ദർശിച്ചത്. അതായതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പിന്നെ അദ്ദേഹം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്ന ദൃഢതയോടുകൂടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്നലെ മാധ്യമങ്ങളോട് ലൈവായിട്ട് പറഞ്ഞതിനെ എങ്ങനെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ സസ്പെൻഷനിലേക്കും മാറ്റി നിർത്തും എന്ന് പറഞ്ഞതിലേക്കും വ്യാഖ്യാനിച്ചത്? അപ്പൊ എത്രയോ ദുരിതാവശ്യമായിട്ടുള്ള വാർത്തകളാണ് കൊടുത്തത്. ഒരു ഭരണ സംവിധാനത്തിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സർക്കാർ. റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ അങ്ങ് പ്രവചിക്കുകയായിരുന്നു. അവർ തന്നെ ഉത്തരവിടുന്നത് പോലെയാണ് മാധ്യമങ്ങൾ ഇക്കാര്യത്തിലൊക്കെ ഓരോന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, അതുപോലെ തന്നെ അന്വേഷണത്തെക്കുറിച്ചുള്ള അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ പലതരത്തിലേക്കുള്ള തരം വാർത്തകൾ ആധികാരികമെന്ന നിലയിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാവുന്ന ഒരു കാര്യം, ഈ വിഷയം വന്ന ഘട്ടം മുതൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട രീതിയുടെ ഒരു സ്വഭാവം, അദ്ദേഹം പോലീസുകാരുടെ തന്നെ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അജിത് കുമാർ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വേദിയിൽ വെച്ചാണ് നേരത്തെ റജി പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത്, അന്വേഷണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്വേഷണ ചുമതല അദ്ദേഹത്തിനാണ്, ADGPക്ക് മുകളിലുള്ള DGP സംസ്ഥാന പോലീസ് മേധാവി. അപ്പോൾ മുഖ്യമന്ത്രിയും അതുവഴി സർക്കാരും ഉയർന്നു വന്ന ഈ ആരോപണങ്ങളോട് കാലതാമസം വരുത്താതെ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങളെ നീക്കിയത്, അത് പൊതുസമൂഹത്തിന് മുമ്പാകെ തന്നെ മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിന് ബോധ്യപ്പെടുന്നു, സത്യസന്ധമായൊരു അന്വേഷണം എന്ന ഒരു വിലയിരുത്തൽ അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ ഇന്നലെ അൻവറിൻ്റെ വാക്കുകളെ വളരെ വിശാലമായി ആധാരമാക്കിയ മാധ്യമങ്ങളും ഒക്കെ അദ്ദേഹം ഇന്ന് ആ അന്വേഷണം സത്യസന്ധമാണ് എന്ന് കരുതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതും മുഖവിലേക്ക് എടുക്കണ്ടേ? റെജി ലൂക്കോസ്. അല്ല, 100% എന്താ സംശയക്കാരുന്നത്? ഞാൻ ശരത്തിനോട് ഒരു കാര്യം ആഡ് ചെയ്യാം. ബഹുമാനപ്പെട്ട നമ്മുടെ LDF-ന്റെ കൺവീനർ പിന്നെ അദ്ദേഹത്തിന്റെ മീറ്റ് പ്രസ്, അദ്ദേഹം കൺവീനർ ആയതിന്റെ പേരുള്ള മീറ്റ് പ്രസിനെ അറ്റൻഡ് ചെയ്ത് കോഴിക്കോട് വെച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിനെ അടർത്തിയെടുത്തിക്കൊണ്ട് CPM-നകത്ത് ഭിന്നതയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വാർത്ത കൊടുത്തു. എത്ര ലജ്ജാകരമായ വാർത്തയാണ്! അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവർ കൊടുത്ത വാർത്ത കേൾക്കണം. PV അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടത് അവതരിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പറഞ്ഞ വാക്കുകളോട് ഞാനിത് ലൈവ് കണ്ടോണ്ടിരിക്കുക. അദ്ദേഹം എന്താ പറഞ്ഞേ? PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഗൗരവമുണ്ട്, ആ ഗൗരവമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിലേക്ക് സർക്കാരും പാർട്ടിയും കടക്കും. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ ഇത് ആദ്യം അറിയിക്കേണ്ടത് ചോദിച്ചു. അത് അദ്ദേഹം അറിയിക്കേണ്ടതായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ആ വാക്കിനെ പിടിച്ചുകൊണ്ട് CPM-ൽ എന്തോ തിരയിളകുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം PV അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം ഇളിഭ്യരായിപ്പോയി. ശരത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ പെരുമ്പറകൾ ദുർബലമായിരിക്കുന്നു, അവർ മറ്റു വാർത്തകളുടെ പുറകെ പോയിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിന്റെ ട്രാൻസ്പെറൻസി, സുതാര്യത, അതൊരു മുഖ്യമന്ത്രിയും ആ സർക്കാരും ആ പാർട്ടിയും എടുത്തതിന്റെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവ് ഇന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. ആർജവമുള്ള ഒരു ഗവൺമെന്റ്, നടപടി സ്വീകരിക്കാൻ മടിക്കുകയെന്ന് പറഞ്ഞ ഒരു സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പും പലരും ഭരിച്ചിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി പോലീസിനെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഭരണകാലവും ഒക്കെ സ്വാഭാവികമായും കടന്നു വന്നേക്കാം. ശ്രീ ജേക്കബ് ജോർജും ശ്രീ പൊടിപ്പാറയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് ആ കാലത്തേക്കൊക്കെ പോകാൻ നല്ല സാധ്യതയുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ വിഷയത്തിൽ അൻവർ തുടർച്ചയായി 2 ദിവസങ്ങളിലായി കാര്യങ്ങൾ സംസാരിക്കുന്നു. അതേ തുടർന്ന് കോട്ടയത്ത് വെച്ച് സംസ്ഥാന പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു. പിന്നാലെ ആ ഉത്തരവും കാര്യങ്ങളും വരുന്നു. അതിനുശേഷം ഇന്ന് അൻവർ തന്നെ, കാരണം അൻവറാണല്ലോ ഇതിലെ ഈ കാര്യങ്ങൾ പറഞ്ഞ ഒരാൾ,
അൻവർ തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നു, അൻവർ പരാതി എഴുതി നൽകുന്നു, അൻവർ തന്നെ അന്വേഷണത്തിൻ്റെ സത്യസന്ധതയും അല്ലെങ്കിൽ അന്വേഷണത്തെ തന്നെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളോട് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രശ്നം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായും ഭരണതലത്തിൽ ഇത്തരം പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ സംഭവിക്കും. അത് സ്വാഭാവികമായി വരാവുന്നതാണ്. ചിലത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാവും. അതതിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. ഞാനിതിനെ അങ്ങനെ ലഘൂകരിച്ച് പറഞ്ഞൊന്നുമല്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ കാലതാമസം വരാതെ ആ വിഷയത്തെ ഒരു കേവലം എല്ലാവരിലേക്കും കേവലമായ ചർച്ചകൾ മാത്രം നടക്കുന്ന രാഷ്ട്രീയ വിവാദമായി അതിനെ പടർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിൽ ആളുകൾക്കുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ ഇട്ടലക്കാതെ അക്കാര്യത്തിൽ സർക്കാർ ഇടപെടേണ്ട സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഇടപെടുന്നു. ആ നിലയിൽ പ്രഖ്യാപിച്ച സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയ MLA യുടെ തന്നെ ഒരു ബോധ്യം അതുകൂടി ഇന്നത്തെ അൻവറിൻ്റെ പ്രതികരണത്തിൽ താങ്കൾ ശ്രദ്ധിച്ചോ? ആ നിലയിൽ അതിനെ കാണുന്നുണ്ടോ? ഒരു വാചകത്തിൽ നിന്ന് അദ്ദേഹം സംസാരത്തിനിടയ്ക്ക് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. റെജി ലൂക്കോസിനോട് എനിക്ക് സിമ്പിളായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ വെള്ളം കലക്കി കൊടുത്തത് ആരാ? ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്ത സ്റ്റോറി അല്ല. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ ഫലമായിട്ട് പുറത്തു വന്ന ഒരു വാർത്തയോ സ്റ്റോറിയോ അല്ല ഇത്. ഇത് ബ്രേക്ക് ചെയ്തത് ആരാ? ഇത് ബ്രേക്ക് ചെയ്തത് CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചൊരു MLA ആണ്, PV അൻവർ എന്ന് പറയുന്ന MLA. അദ്ദേഹം ഭരണകക്ഷി MLA ആണ്, മലപ്പുറത്തെ ശക്തനാണ്, പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരാള് എന്ന് നമുക്ക് പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഈ വെള്ളം കലക്കി കൊടുത്തത്. ആ വെള്ളത്തിൽ നിന്ന് മാധ്യമങ്ങളെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ റെജി ലൂക്കോസെ, അത് മീൻ പിടിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ മാധ്യമങ്ങളെ നമ്മൾ എന്തെന്നാ വിളിക്കേണ്ടത്? അവർ പിന്നെ എന്തിനാ ഈ ക്യാമറയും അതുപോലെ ഇതൊക്കെ തൂക്കി നടക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഇങ്ങനെ ഒരു ഭരണകക്ഷി MLA വളരെ പ്രമാദമായ അഭൂതപൂർവമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത് മാധ്യമങ്ങൾ സ്റ്റോറിയാക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കും. അതെ, പൊടിപ്പാറ പറഞ്ഞാൽ ഒരു കാര്യം, മുഖ്യമന്ത്രി തന്നെ കോട്ടയത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് മാധ്യമങ്ങൾ ഇന്ന് കരുത്തോടെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതിന് സ്വാഭാവികമായ തരത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും പറഞ്ഞത്. പക്ഷേ അതങ്ങനെ തുടർച്ചയായി കലങ്ങി, ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ ഒരു സ്പേസ് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ തുടർച്ചയായി കലങ്ങിക്കൊണ്ടേയിരിക്കുക, കലക്കവെള്ളം അങ്ങനെ കൂടുതൽ കലങ്ങുക, അതിൽ ആവശ്യക്കാർ മീൻ പിടിച്ചു കൊണ്ടുപോവുക, എന്നാൽ ഇടപെടേണ്ട ഒരു ഭരണകൂട സംവിധാനം ഇടപെടാൻ വൈകുക. പക്ഷേ അതൊന്നും ഇക്കാര്യത്തിൽ അങ്ങനെയൊന്നും ഇക്കാര്യത്തിൽ പക്ഷേ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം മുഖ്യമന്ത്രി ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടില്ലേ? ആ ഇടപെടലും അന്വേഷണ രീതിയും ഇന്ന് അൻവറിന് സ്വീകാര്യമായി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ എന്ന് കൂടിയാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ രീതിയിലാണ് ഇന്നിപ്പോ കലാശിച്ചതുപോലെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നു, അദ്ദേഹം ഉന്നയിച്ച് മുന്നോട്ട് വെച്ച ഗുരുതരമായ പരാതികളെല്ലാം അദ്ദേഹം എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. പിന്നീട് അതേ പരാതി തന്നെ, അല്ലെങ്കിൽ അതേ ആ കുറിപ്പ് തന്നെ, അല്ലെങ്കിൽ ആ വിശദീകരണം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അദ്ദേഹം വളരെ സംതൃപ്തനാണ്. ഞാനൊരു സഖാവ് എന്നുള്ള നിലയ്ക്ക് ഞാനൊരു സഖാവാണ്, എൻ്റെ സഖാക്കൾക്ക്, എൻ്റെ പാർട്ടിയിലെ ഉയർന്ന സഖാക്കൾക്ക് ഞാൻ എൻ്റെ പരാതികൾ സമർപ്പിച്ചു, അവരുടെ കോർട്ടിലാണ് ഇനി പന്ത്, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, ഇനി അവരാണ് ചെയ്യേണ്ടത്, എൻ്റെ റോൾ ഞാൻ അഭിനയിച്ചു, ഇനി എന്ത് ചെയ്യട്ടെ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട് ശരത്തെ. അതായത് ഒരു സാധാരണ ആരോപണമൊന്നും അല്ല ഈ പറഞ്ഞ PV അൻവർ ഉന്നയിച്ചത്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ആരോപണമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഗൗരവതരമായ ആരോപണമാണ്. അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി, അതുകൊണ്ടല്ലേ ഉടനടി സംസ്ഥാന പോലീസ് മേധാവി തന്നെ അത് അന്വേഷിക്കണമെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത്. ശരത്തെ, അവിടെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞു, പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കും, എത്ര ഉന്നതനായാലും നിയമത്തിന്റെ എന്താ പറയാ, നിയമം പിടിമുറുക്കും, ആരെയും വെറുതെ വിടില്ല, ഈ സർക്കാർ ആരെയും വെറുതെ വിടില്ല, ഏറ്റവും ഉന്നതരായ ആളുകൾ അന്വേഷിക്കും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഇത്രയേറെ ഗുരുതരമായ ആരോപണ വിധേയനായ, അതായത് ഫോൺ ചോർത്തലുണ്ട്, സ്വർണം പൊട്ടിക്കലുണ്ട്, സ്വർണ്ണ കള്ളക്കടത്തുണ്ട്, അതുപോലെ തന്നെ കൊലപാതകം, തിരോധാനം തുടങ്ങി ഒരുപാട് കാര്യങ്ങളില്, പൂരം കലക്കല്, പിന്നെ
എന്താ പറയാ സോളാർ കേസ് പ്രതിയെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒത്തുതീർപ്പിന് തയ്യാറാകുക, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഒത്തിരിയേറെ ആരോപണങ്ങൾ PV അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി MLA മുന്നോട്ട് വെച്ചു. ഇതൊന്നും ചെറിയ ആരോപണങ്ങളല്ല, വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ്. ഓക്കെ. ഇങ്ങനെ അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ഫോണുകൾ ഈ പറഞ്ഞ പോലീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അജിത് കുമാർ ചോർത്തുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോൺ ഞാൻ ചോർത്തി, ഇനിയും ചോർത്തും. ഇങ്ങനെ ഒരു ഭരണകക്ഷി MLA പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയല്ല അൻവർ അല്ലാതെ വേറെ ഏതെങ്കിലും പ്രതിപക്ഷ MLA അല്ലെങ്കിൽ ആരെങ്കിലും ആണ് ഇത് ചെയ്തതെങ്കിൽ ഈ 24 മണിക്കൂറിനകം അദ്ദേഹത്തിനെ അകത്താക്കില്ലായിരുന്നു. ഫോൺ ചോർത്തുക എന്ന് പറയുന്നത് സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമല്ലേ? അതിന് എത്രമാത്രം കടമ്പകൾ കടന്ന് അനുവാദം കിട്ടണം? ഇതൊന്നുമില്ലാതെ അദ്ദേഹം പരസ്യമായി പറയാണ്, ഞാൻ ADGPയുടെ ഭാര്യയുടെ ഫോൺ വരെ, ADGPയുടെ അളിയന്മാരുടെ ഫോണൊക്കെ ഞാൻ ചോർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പരസ്യമായ ഒരു എന്താ പറയാ കുറ്റസമ്മതമല്ലേ? അതിനൊരു വാല്യൂ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് പൊടിപ്പാറ, അവിടെയല്ലേ ഒരു അന്വേഷണത്തിന്റെ പ്രസക്തി. ഞാൻ മുമ്പ് സൂചിപ്പിച്ചാൽ ആ അന്വേഷണം പരമപ്രധാനമാണല്ലോ, സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണം. അതിനല്ലേ ഒരു സ്റ്റേറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല അതിന് സമയം വെച്ചിട്ടുണ്ട്, 1 മാസത്തെ സമയം നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകേണ്ടതല്ല. ഇതിൽ രണ്ടുമുണ്ട്. അൻവറിന്റെ പരാതിയുണ്ട്, ADGP അജിത് കുമാറും പറയുന്നുണ്ട് എനിക്കെതിരെ വന്ന കാര്യങ്ങളിൽ അന്വേഷണം വേണം. അപ്പോൾ ഇത് ഒരു പരാതി പരിശോധിച്ചിട്ട് പ്രഥമ ദൃഷ്ടിയ അതൊരു പ്രഥമ ദൃഷ്ടിയ ഈ കാര്യങ്ങളിൽ എന്താണ് അതിൻ്റെ ഒരു തലമെന്ന് ഒരു അന്വേഷണം നടത്താതെ എങ്ങനെയാണ് ഒരു ബോധ്യം വരിക? അത് വേണ്ടതല്ലേ? ഒരു പോയിന്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ പോയിന്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായത് ഒന്ന് ADGP, ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP അജിത് കുമാറാണ്. മറ്റൊന്ന് ഭരണതലത്തിൽ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപദേശം നൽകേണ്ട, അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ശശിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് PV അൻവർ തോക്ക് തിരിച്ചു പിടിച്ചത്, ഷൂട്ട് ചെയ്തത്. അതും പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെക്കുന്നത്, അല്ലാതെ ലോങ് ഷോട്ട് ഒന്നും അല്ല, ലോങ് റേഞ്ച് ഷോട്ടല്ല, പോയിന്റ് ബ്ലാങ്ക് ഷൂട്ടിംഗാണ് നടത്തിയിരിക്കുന്നത്. നെഞ്ചത്തേക്ക് തന്നെയാ വെടി. എന്നിട്ട് ഈ പറഞ്ഞ ക്രമസമാധാന ചുമതലയുള്ള ഈ അജിത് കുമാറിനെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താതെ DGP അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ തലവൻ DGP-യാണ്. പക്ഷെ ബാക്കി 4 പേരെ ആലോചിച്ച് നോക്കുക. അതിൽ 2 പേര് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസർമാരാണ്, DIG-മാര്. അങ്ങനെ അപ്പൊ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അന്വേഷിച്ചാൽ എങ്ങനെയാണ് ഈ അന്വേഷണത്തെ നമുക്ക് ഒരു എന്താ പറയാ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അന്വേഷണം എന്ന് പറയാൻ പറ്റൂ? മാറ്റി നിർത്തി എന്താ ഞാൻ താങ്കളിലേക്ക് വരാം, പൊടിപ്പാറ, ഞാൻ വരാം. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, നേരത്തെ റജി ലൂക്കോസ് മുൻകാലത്തെ പല കാര്യങ്ങളിലേക്കും പോകാൻ പോയപ്പോൾ ഞാനൊന്ന് തടയിട്ടു. വേറൊന്നും കൊണ്ടല്ല, ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അത് സംഭവിക്കും. ഒരു ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തന പരിചയം വെച്ചുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് അതുതന്നെയാണ്. കാരണം നമ്മൾ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്ത് നിരവധിയായ ഉന്നത പോലീസ് രംഗത്തെ പടലപ്പിണക്കങ്ങൾ, വളരെ പരസ്യമായ വിവാദങ്ങൾ, കരുണാകരൻ്റെ കാലത്ത് തന്നെ നമ്മളത് നേരത്തെ കണ്ടിട്ടുള്ള 2 DGP-മാർ വിജിലൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുള്ള ചോർത്തി എന്ന നിലയിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ 2 DGP-മാർ നേരിട്ട്. ഇതിപ്പോൾ ഏതായാലും ആ നിലയിലല്ല. അത്തരം സംഭവങ്ങൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഫേസ്ബുക്ക് വാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ച സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഭരണകക്ഷി MLA-യിൽ നിന്ന് തന്നെ ഒരു ഗുരുതരമായ ആക്ഷേപം വരുന്നു, സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ തന്നെ വരുന്നു. അത് 2 ദിവസം നിൽക്കുമ്പോൾ 3-ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ, ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ അന്വേഷണം ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പല്ലേ? ആ അന്വേഷണത്തിൻ്റെ ചുമതല ആർക്കാണ്? സംസ്ഥാന പോലീസ് മേധാവിക്കാണ്. എന്ന് പറഞ്ഞാൽ ADGP-ക്ക് മുകളിൽ ഈ സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനത്തെ, പോലീസിനെ നയിക്കുന്ന പോലീസ് മേധാവിയോട് തന്നെ അന്വേഷിക്കാൻ പറയുമ്പോൾ ആ ചുമതലപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ആളിനല്ലേ അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ക്രെഡിബിലിറ്റി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും. അതിനൊപ്പം വരുന്ന മറ്റുദ്യോഗസ്ഥർ ഈ ആരോപിതനായ ADGP-ക്ക് അരികിൽ നിൽക്കുന്നവരാണോ, താഴെ നിൽക്കുന്നതാണോ, ചേർന്ന് നിൽക്കുന്നതാണോ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെ കൂടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതല്ലേ? അപ്പോൾ അങ്ങനൊരു മുൻവിധിയിലേക്ക് പോകാറായിട്ടുണ്ടോ? 1 മാസത്തിനകം നടക്കാൻ പോകുന്ന, പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകുന്ന ഒരു അന്വേഷണത്തിൻ്റെ മെറിറ്റ് പരിശോധിച്ച് മാത്രമല്ലേ നമ്മൾക്കതിലേക്ക് പോകാൻ കഴിയൂ? ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അപക്വവും അനവസരത്തിലുമാണ് എന്നും പറഞ്ഞാൽ
എങ്ങനെ അത് നിഷേധിക്കാനാവും? കാരണം ആ നിലയിൽ ഒരു തിടുക്കം യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ വേണ്ടതുണ്ടോ? ഇന്ന് അൻവർ തന്നെ പറഞ്ഞത് സത്യസന്ധമായി അന്വേഷണം പോകുന്നു എന്നതുകൂടിയാണ്. അതും ഗൗരവത്തിലെടുക്കണ്ടേ ശ്രീ ജേക്കബ് ജോർജ്? ശരത്തെ, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആദ്യം മുതൽ അൻവറിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവരാണ്. ഇത് തീകത്തി ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരുന്നു, കേരളമാകെ പടരുന്നു, അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ജനങ്ങളുടെ റിയാക്ഷൻ, ടെലിവിഷൻ ചാനലുകൾ കാണിച്ച അമിത താല്പര്യം സ്വാഭാവികമാണ്. നമ്മളൊക്കെ മാധ്യമങ്ങളാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യും, യാതൊരു സംശയവുമില്ല, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അന്വേഷണം എന്ന് പറയുന്നത് അതിനകത്ത് ഈ തീയും പുകയൊന്നുമില്ല, അതിൽ അമിത ആവേശം ഇല്ല, അതിഭാവുകത്വം ഇല്ല, അതെ, അതിലൊരു ഇമോഷണൽ ഫാക്ടർ അതിനകത്തില്ല. അവിടെ കാര്യമാത്ര പ്രസക്തമായി നിങ്ങളുടെ മുമ്പിൽ ഫാക്ട് ചെക്കിംഗ് ആണ്. നിങ്ങളുടെ മുമ്പിൽ എന്ത് ഈ പരാതിയുണ്ട്? പറഞ്ഞ ആരോപണങ്ങളുടെ ഓരോന്നിൻ്റെയും വസ്തുനിഷ്ഠമാണോ, അത് മെറിറ്റുള്ളതാണോ, അതോ വെറും ആരോപണം മാത്രമാണോ? നിങ്ങളുടെ മുമ്പിൽ എന്ത് പരാതിയുണ്ട്, അതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പരാതി ഉത്തരവാദിത്വം. തരാനുണ്ട് എന്നതാണ് ചോദ്യം. ആ ചോദ്യം എന്താണെന്ന് PV അൻവറിന് നന്നായിട്ടറിയാം. അൻവർ അതൊക്കെ എഴുതി 2 ദിവസം എടുത്ത് തയ്യാറാക്കി കൊണ്ടാണ് തിരുവനന്തപുരത്ത് വന്നത്. ഇന്ന് 12 മണിക്കോ 12:20 മറ്റോ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു, വിശദീകരിച്ചു. സാധാരണ എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നിട്ട് നമ്മളൊരു കടലാസ് കൊടുത്താൽ അദ്ദേഹം അത് സസൂക്ഷ്മം വായിക്കും. നമ്മുടെ അടുത്ത് തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ആരൊരു പരാതി ആര് കൊണ്ടു കൊടുത്താലും ചോദിക്കും. അല്ല, അത് അത്രയും പറഞ്ഞുകൊണ്ടൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പലപ്പോഴും കണ്ട് അത്തരം പരാതികൾ, ഞാൻ വന്നിട്ടുള്ള വിവരങ്ങളെ മാത്രമാണ് ഈ ചർച്ചയിലേക്ക് പോകുന്നത്. അതിന് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ളൊരു താരതമ്യത്തിന് സ്പേസ് ഇല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ WCC കൂട്ടായ്മ ഉണ്ടാകുന്നു, അവരെല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു, ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. നമ്മൾ പല ചർച്ചകളും, പിന്നെ അത് ഈ പറഞ്ഞ ചവറ്റുകുട്ടയിലേക്ക് പോവുകയല്ല, കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാതെ ഇത് അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇന്നുണ്ടാകുന്ന കോലാഹലങ്ങളില്ല. അന്ന് ആ റിപ്പോർട്ട്, ആ നിവേദനം ഉടനടി ഒരു കമ്മിറ്റിയെ വെക്കുന്ന നിലയിലേക്കാണ് പോയത്. ഇവിടെയും സമാനമായ രീതിയിൽ ഒരു ഉരുണ്ടുകൂടൽ വരുമ്പോൾ അത് പരിശോധിക്കുക, അന്വേഷിക്കുക. അതെ, അത് കൃത്യമായി നമ്മൾ മുഖ്യമന്ത്രിയുടെ സാധാരണ ഒരാൾ, ഒരു വീട്ടമ്മയോ വീട്ടുകാരനോ ഒരു പരാതി കൊണ്ട് കൊടുത്താലും മുഖ്യമന്ത്രി അത് വളരെ സസൂക്ഷ്മം വായിക്കും. എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കും. എന്നിട്ട് ഇതിനൊക്കൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയും. ചെയ്യാവുന്നതാണെങ്കിൽ അതനുസരിച്ച് അദ്ദേഹം CM മുഖ്യമന്ത്രിക്കകത്ത് തീരുമാനം എടുക്കുകയും ചെയ്യും. അല്ല, കണ്ടിട്ടുള്ള മറ്റു മുഖ്യമന്ത്രിമാരോ? അല്ല, എനിക്ക് വളരെ അറിയാം. ഉമ്മൻചാണ്ടി ഒരു കാര്യം കൊടുത്താൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വായന ഇങ്ങനെയാണ്. അല്ല, നമ്മളിങ്ങനെ ഓരോ വരിയൊന്നുമില്ല, ഒറ്റ വായനയ്ക്ക് അദ്ദേഹം അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കും. ഇത് നേരത്തെ വന്നിട്ടുള്ള പരാതിയാണോ എന്നൊക്കെ നോക്കും. അതൊക്കെ കാര്യം ശരിയാണ്. ഓരോ മുഖ്യമന്ത്രി കരുണാകരന് അതീവ ബുദ്ധിശാലിയാണ്, കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വലിയ ശേഷിയുള്ളയാളാണ്. അതേപോലെയാണ് പിണറായി വിജയൻ. ഒരു കടലാസ് കൊടുത്താൽ അത് കൃത്യമായിട്ട് സമയമെടുത്താണെങ്കിലും വായിച്ചിട്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് അറിയിക്കും. ഇവിടെയും ഞാൻ ഊഹിക്കുന്നത് നമുക്ക് വേണേൽ അൻവറിൻ്റെ അടുത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അൻവർ ഈ കത്ത് കൊടുത്തപ്പോൾ എത്ര പേജ് ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒരു കെട്ട് കാണും, വളരെ മെനക്കെട്ട് എഴുതിയതായിരിക്കണം. ആ കടലാസിൽ നല്ലൊരു പങ്ക്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഓടിച്ചാണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവാം. കേട്ടോ ശരത്തെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം പിന്നീട്. മുഖ്യമന്ത്രി ഇടയ്ക്ക് അൻവറിനോട് അതെന്താ ഇതെങ്ങനെയാ സംശയം ചോദിച്ചിട്ടുണ്ടാവാം. അതിനൊക്കെ അൻവറിൻ്റേതായ നിലയിൽ അൻവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ടാവാം. കാരണം അൻവറിൻ്റെ അകത്ത് നിൽക്കുന്നയാളാണ്. അൻവർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടറുടെ പോലെയാണ് ഇത് കൈകാര്യം ചെയ്തത്. അങ്ങനെ അൻവർ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അവസാനം ഒരു പക്ഷേ ഇത് എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ രൂപവും മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കും. അങ്ങനെ ഒരു ഉറപ്പ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് അൻവറിന് കൊടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെ എനിക്ക് തീർച്ചയുണ്ട്. ശരത്തെ, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല.
നേരത്തെ പൊടിപ്പാറ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു പൊടിപ്പാറ മാതൃഭൂമിയിൽ വളരെ ശക്തനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. എനിക്കറിയാം പൊടിപ്പാറയുടെ മനസ്സ്, മാതൃഭൂമി എങ്ങനെയാണ് ഒരു മനസ്സ് മെനഞ്ഞെടുക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അങ്ങനെ വന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവണം. പക്ഷേ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇത് തന്നെയാണ് അൻവർ പറഞ്ഞത്. വലിയ കാര്യങ്ങളാണ്. ആ വലിയ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായിട്ടറിയാം. അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഞാൻ ശ്രീ റജി ലൂക്കോസിലേക്കാണ് വരുന്നത്. റജി, ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കാരണം ഇന്ന് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, വളരെ പ്ലെയിനായിട്ട് നോക്കി കറക്റ്റാണ്. കാരണം അൻവർ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നു, അങ്ങനെ വെള്ളം കലങ്ങുന്നു, ആ കലങ്ങുന്ന വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ തന്നെയാണ് പേനയും അതുപോലെ തന്നെ ക്യാമറയും ഒക്കെ തൂക്കി മാധ്യമപ്രവർത്തകർ നടക്കുന്നത് എന്ന് പറഞ്ഞതൊരു ശരിയായ വസ്തുത തന്നെയാണ്. പക്ഷേ ആ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കേണ്ട എന്നിന്ന് അൻവർ തന്നെ മാധ്യമങ്ങളോട് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി അദ്ദേഹത്തിന് ബോധ്യം വന്ന കാര്യം എന്നത് പരമപ്രധാനമല്ലേ? ഒന്ന്. രണ്ട്, ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിലേക്ക് ഇടപെട്ട മുഖ്യമന്ത്രി, വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം ക്രൈസിസുകളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം അതിലൂടെ ഇടപെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണ നിർദ്ദേശങ്ങൾ, ഇതിൻ്റെ മുൻകാല അനുഭവങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ജനത വിലയിരുത്തുന്നത്? അതിലൂടെ മുഖ്യമന്ത്രിയിലുള്ള ഒരു വിശ്വാസ്യത അത് പ്രധാനമാണോ? അത് വലിയ തോതിൽ ആളുകൾ മുഖവിലേക്ക് എടുക്കുമോ? കാരണം ഇതിൽ അദ്ദേഹം ഇടപെടുന്ന ഒരു രീതി വെച്ച്. അതുകൊണ്ട് തന്നെയാണോ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത്ര കണ്ട് ഒരു വിപുലമായ തലത്തിലേക്ക് ഈ നേരം വരെയും കാര്യമായി പോയിട്ടില്ല? ശക്തമായ വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്, നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മുൻപ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാലത്തെന്ന പോലെ ബന്ധിപ്പിക്കാനൊരു സാധ്യതയായി ഇത് മാറ്റുന്നുണ്ട്. പലതരത്തിലും അത്തരം നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു. പക്ഷേ അപ്പോഴും കേരള ജനതയ്ക്ക് മുമ്പിൽ പ്രശ്നങ്ങൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ അതിൽ ഇടപെടുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ശൈലി എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണോ? അതുതന്നെയാണോ അൻവറിൻ്റെ ഇന്നത്തെ മറുപടിയിലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കണ്ട ശേഷം പറഞ്ഞതിലും വെളിവാകുന്നത്? വളരെ കൃത്യമായ ചോദ്യമാണ് ശരത്ത് ചോദിച്ചത്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് PV അൻവർ MLA ഏതാണ്ട് 50 മിനിറ്റോളം ചർച്ച നടത്തി. അവർ മാത്രമുള്ള ഒരു അടച്ചിട്ട മുറിയിൽ 50 മിനിറ്റോളം ചർച്ച നടത്തി. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മുഴുവനും റെഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ട്. അതിൽ നിന്നും ഉന്നയിച്ച സംശയങ്ങളും അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള ഈ 50 മിനിറ്റ് നീളുന്ന ആ കൂടിക്കാഴ്ചയിൽ നിന്ന് വളരെ വ്യക്തമാണ്. തന്നെയുമല്ല, ശരത്തിൻ്റെ ആദ്യത്തെ ചോദ്യത്തിനോട് മറുപടിയായിട്ട് ഇതാണ്, പിണറായി വിജയനുമായിട്ട് സംസാരിച്ച കാര്യത്തിൽ ഒരു നുണ PV അൻവറിന് മാധ്യമങ്ങളോട് പറയാൻ പറ്റത്തില്ല. കാരണം ബഹുമാനപ്പെട്ട പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹം പത്രക്കാരോട്, അൻവർ അവിടുന്ന് ഇറങ്ങി മാധ്യമങ്ങളോട് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് കണ്ടു, വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു, മുഖ്യമന്ത്രി ഉചിതമായ നടപടികൾ സ്വീകരിക്കും, ഇനി ആ കാര്യങ്ങൾ ഞാൻ വിട്ടു, എൻ്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് സർക്കാരും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ വായിക്കേണ്ടത്? കേരളത്തിലെ പൊതുസമൂഹം എന്താ വായിക്കേണ്ടത്? നിശ്ചയമായിട്ട് അൻവറിൻ്റെ വാക്കിൽ നിന്ന് ഒരു ചെറിയ നുണ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. കാരണം പിണറായി വിജയനെ കണ്ടിട്ട് പുറത്തിറങ്ങുന്ന ഒരു MLAക്ക് അത് പ്രതിപക്ഷത്തിലാണെങ്കിൽ പോലും നുണ പറഞ്ഞ് നേടാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം CCTVയുടെ ഒക്കെ ദൃശ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അൻവർ ഒരു കാരണവശാലും പറയത്തില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താ, PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ, അദ്ദേഹം കൊടുത്ത കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സസൂക്ഷ്മം വിലയിരുത്തി അതിലൂടെ എല്ലാം എന്താ പറയുന്നത്, അദ്ദേഹം നോക്കി അത് മുഴുവൻ പഠിച്ചതിന് ശേഷം കൊടുത്തൊരു മറുപടിയാണ് അതേപടി തന്നെ PV അൻവർ പത്രക്കാരെടുത്ത് പോയത്. അതോടുകൂടി PV അൻവർ കീഴടങ്ങിയെന്ന് പറഞ്ഞാൽ അവരുടെ ആ അതായത് ജനങ്ങളെ തിരിപ്പിക്കാമെന്ന ബ്രേക്കിംഗ് വാർത്തകളുടെ അസ്ഥിയ പോലെ ആയിപ്പോയി. അതിൻ്റെ സകല വേരുകളും അറുത്തുപോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ വസ്തുത പറയാം, പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയാം. ഈ 2021 മുമ്പ് ഇതുപോലെ നിരവധി തവണ വെള്ളം കലക്കി മീൻ പിടിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും പിടിച്ച മീനുകൾ മുഴുവൻ ചത്ത മീനുകളല്ലായിരുന്നോ? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിലൊക്കെ എത്രയോ ഗുരുതരമായ ആരോപണങ്ങൾ BJPയും കോൺഗ്രസും സംയുക്തമായിട്ട് സാമാന്യ മനുഷ്യന്റെ ബുദ്ധിയെ പോലും കൊഞ്ഞനം കാണിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ. കസ്റ്റംസ് എന്ന് പറയുന്ന സർവാധികാരിയായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്നും സ്വർണം പുറത്തു വന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാമെന്ന് ഒരിക്കലെങ്കിലും എയർപോർട്ടിൽ കയറുന്ന ആൾ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ള പച്ച നുണകൾ പറഞ്ഞ് എത്രയോ ആളുകൾ വേട്ടയാടി, എത്രയോ അന്വേഷണ ഏജൻസികൾ വേട്ടയാടി, സാക്ഷാൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പോലും അപമാനിച്ചില്ലേ? മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചില്ലേ ഈ കേരളത്തിലെ മാധ്യമങ്ങളല്ലേ പ്രചരിപ്പിച്ചത്? പ്രചരിപ്പിച്ച മാധ്യമങ്ങളാണെങ്കിലും ആ സോഴ്സ് എവിടാന്നുള്ളവരെ പുറത്തു വന്നില്ലേ? മുഖ്യമന്ത്രിയുടെ
ഓഫീസിനെ കുറിച്ച് പോലും കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെടുത്തില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തത്? പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ. നൂറുകണക്കിന് ഉദാഹരണമുണ്ട്, നൂറുകണക്കിന്. ഇവിടെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ടതോ അപ്രധാനപ്പെട്ടതായ ഏത് വിഷയവും കൃത്യമായി നോക്കി മറുപടി പറയുന്ന ഒരു മുഖ്യമന്ത്രിയാ. ആ മറുപടിയിൽ അദ്ദേഹം യേസോ നോയോ പറയും, അല്ലെങ്കിൽ നോക്കാമെന്ന് പറയും. നോ പറഞ്ഞാൽ അതിനകത്ത് നടപടി ഇല്ല എന്നുള്ള, കാരണം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ അൻവർ ഈ നിമിഷം നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ. തന്നെയുമല്ല, മുഖ്യമന്ത്രി അത് നിഷേധിച്ചിട്ടുണ്ടോ? പാർട്ടി നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൻവറിനെ കരുവാക്കി പാർട്ടിക്കകത്ത് ആരൊക്കെ കളിക്കുന്നുണ്ടെന്നുള്ള പച്ച നുണകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും കിട്ടിയ തിരിച്ചടിയാണ് ഇന്ന് കേരളത്തിൽ കണ്ടത്. പിന്നെ പ്രതിപക്ഷത്തെക്കുറിച്ച് ഒരു വാചകം പറയാം. ശരത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അത്ര ശക്തമായ രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഒരു പ്രകടനങ്ങൾ ഇന്ന് കേരളം കണ്ടില്ല. അവർക്കറിയാം കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടപാടിയ നാടകങ്ങൾ ഇനി ആവർത്തിച്ചാൽ ഇപ്പോൾ നിലവിലുള്ള സീറ്റ് പോലും നിയമസഭയിൽ കിട്ടിയെന്ന് അവർക്ക് ബോധ്യമുണ്ട്. നമ്മൾ പേരിലൊരു പത്രസമ്മേളനം VD സതീശൻ നടത്തി. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും കാര്യമായ രീതിയിലൊന്നും ഇന്ന് പ്രതികരിച്ചിട്ടൊന്നുമില്ല. ഏതോ ഒരു ചെറിയ പത്രസമ്മേളനം നടത്തിപ്പോയി. അല്ലെങ്കിൽ കേരളത്തിന് തെരുവ് ഇന്ന് രക്തക്കളഭാഗത്തില്ലായിരുന്നോ? കോവിഡ് കാലത്ത് പോലും കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി തെരുവിലിറങ്ങിയ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇന്ന് അതിലേക്ക് പോകാത്തത്? അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ആ വ്യക്തത കാരണം ഒറ്റ വാക്കിൽ പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പോലീസ് ഓഫീസേഴ്സിന് മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അതുപടി പാലിച്ചിരിക്കുന്നു. മാധ്യമങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞു സസ്പെൻഷനിലേക്ക് പോകും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ക്രമസമാധാനം നിന്ന് മാറ്റുന്നതൊക്കെ അവരെങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തത്? ഞാൻ അന്നും ചോദിച്ചു, ഇപ്പോഴും ചോദിക്കുന്നു. ഇനി ഒരു കാര്യം ചെറുതായിട്ട് പറയുന്നുണ്ട്. ജേക്കബ് ഇവിടെ പൊടിവാർ സാറ് പറഞ്ഞു മാധ്യമങ്ങളുടെ ഡ്യൂട്ടി ഏതാണെന്ന് പറഞ്ഞു. എൻ്റെ പൊടിവാർ സാറിനൊക്കെ എത്ര വർഷമായിട്ട് നമ്മൾ നേരിട്ടറിയുന്നവരാ. ജേക്കബ് ജോർജ് സാറുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. സാറേ, നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ഇന്നലകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞത്. അതുതന്നെയാണ് ജേക്കബ് ജോർജ് സാർ പറഞ്ഞതും. നിങ്ങൾ എന്തെല്ലാം കള്ളത്തരങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ എന്തെല്ലാം നുണകൾ പറഞ്ഞു. ഒരു കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞില്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോൺസുലേറ്റ്? എന്നെക്കാൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. എന്തെല്ലാം നുണകളാണ് പറഞ്ഞത്. ആരാണ് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്? കേരള സർക്കാരിന് വിദേശകാര്യമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പൊ അതൊക്കെ കേട്ട കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അവിശ്വസിക്കത്തില്ല, PV അൻവറിനെ അവിശ്വസിക്കത്തില്ല, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷയും TP രാമകൃഷ്ണനെ അവിശ്വസിക്കത്തില്ല. അതിന്റെ തെളിവാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചില മാധ്യമങ്ങൾ മറ്റു വലിയ വാർത്തകളിലേക്ക് കടന്നിരിക്കുന്നു. അത് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യവും അവരുടെ വീക്ക്നെസ്സും. അവരെ സംബന്ധിച്ചോടുന്ന ശക്തമായ രീതിയിലുള്ള പ്രതികരണത്തിന് അവർ മടിച്ചതിന്റെ കാരണവും നാണം കെടുമെന്ന് പ്രതീക്ഷ തന്നെയാണ്. ഓക്കെ, ഇവിടെ ശ്രീ പൊടിപ്പാറ, നമുക്കിപ്പോൾ കേരളം ഭരിച്ചിട്ടുള്ള പല മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെയൊക്കെ നോക്കിയാൽ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകളും അവരുടെ താല്പര്യങ്ങളും അവരുടെ ആ ഒരു അജണ്ട സെറ്റിങ്ങിനും വിധേയപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സമ്മർദ്ദത്തിനും വിധേയപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ മീഡിയ ഡ്രൈവിന് നിന്നുകൊടുക്കാത്ത അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ബോധ്യങ്ങൾ, സർക്കാരിന് മുമ്പിൽ വരുന്ന യാഥാർത്ഥ്യങ്ങൾ, സർക്കാരിൻ്റെ ബോധ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ അത് മീഡിയ ഡ്രൈവിന് ഒട്ടും ചേരാത്തതാണെങ്കിൽ അതിനെ ഗൗനിക്കുന്ന പരിപാടിയേ ഇല്ല എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ കാലം കൊണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഇതിലും അതുതന്നെയല്ലേ സംഭവിച്ചത്? അപ്പോൾ ആ രീതിയിൽ മാധ്യമങ്ങൾക്ക് ഒരർത്ഥത്തിൽ നിരാശ അൻവർ പകർന്നു. കാരണം ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടുവരുമ്പോഴും ഇന്നത്തെയും നാളത്തെയും ഒക്കെ ഒരു ദിവസത്തെ കുറേ കൂടി ചലനാത്മകമായി സജീവമാക്കി നിർത്താൻ കഴിയും വിധം അൻവറിൻ്റെ പെരുമാറ്റത്തെയാണ് പ്രതീക്ഷിച്ചത്. അൻവർ പക്ഷേ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം, അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയൊരു സീനിയോറിറ്റിയിൽ നിന്ന് കൊടുത്തിട്ടുള്ളതോ സംസാരിച്ചിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം അൻവറിന് ബോധ്യപ്പെടുകയോ സ്വാധീനിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്വേഷണത്തിലുള്ള ബോധ്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ശൈലി എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? എന്ത് തരം മീഡിയ ഡ്രൈവ് ഈ നാട്ടിൽ നടന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ടതും ചെയ്യേണ്ടതും ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ രീതി താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിലും കാണുന്നത്? അവിടെ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലെ മുതലുള്ള നടപടികളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ ചോദിച്ചില്ലേ ഈ ആരോപണങ്ങൾ രേഖാമൂലം തന്നെ വന്നിട്ടുണ്ട്. MR അജിത് കുമാറും അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാകെയും പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് പറയുമ്പോൾ അതിന് ടൈം ഫ്രെയിം വെക്കുന്നു. ഒരു മാസം കൊണ്ടൊരു സജീവമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം പൂർത്തിയാകില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു മാസക്കാലം കൊണ്ട് ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ നടത്തുക. ആ പ്രാഥമികമായ വിലയിരുത്തൽ വളരെ ഗൗരവമായ സമഗ്രമായ അന്വേഷണത്തിന് ഉതകും വിധം പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്ന് ആ അന്വേഷണ സംഘത്തിന് കണ്ടെത്താം. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിലാണ് പല പുതിയ തീരുമാനങ്ങളും വേണ്ടത്. ഇങ്ങനെയല്ലേ ഒരു കാര്യം നീങ്ങേണ്ടത്? അങ്ങനെയല്ലേ ശ്രീ പൊടിപ്പാറ?
ശരത്തിനും അതുപോലെ തന്നെ റെജി ലൂക്കോസിനും ഒക്കെ അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. എനിക്കങ്ങനെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഞാൻ അംഗീകരിക്കും. എനിക്ക് തോന്നിയൊരു നിരീക്ഷണമാണ് ഞാൻ താങ്കളോട് പങ്കുവെച്ചത്. അതിന് അതെ, ഏതെങ്കിലും അങ്ങനെ തരത്തിലുള്ള തന്നെയാണ് നിർബന്ധിതമായ അവസ്ഥയൊന്നുമില്ല. ഇതിൽ അങ്ങനെ ഒരു പറയാൻ തെറ്റിദ്ധാരണ കഴിയും. താങ്കൾക്കുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയം പോലും ചർച്ച ചെയ്യാതിരുന്നാൽ പോരെ. തെറ്റിദ്ധാരണ അല്ല, ഇങ്ങനെ ഒരു വെർഷനിൽ തന്നെയാണ് ഈ കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ. അല്ല കാരണം അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇത് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലേ, ആ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് തന്നെ ഇതിന്റെ വിവിധ തലങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് താങ്കളോട് അത് ചോദിച്ചത്. ഓക്കെ, ഞാൻ ശരത്തിനെ ഇത് ചെയ്യാനായിട്ട് പറഞ്ഞതല്ല, അങ്ങനെയാണത് സംഭവിക്കേണ്ടത് എന്നുള്ള അങ്ങനെയല്ല കാര്യത്തിൽ എന്ന് ഞാൻ എനിക്ക് വീണ്ടും സംശയമില്ല. പറയും. അത്രത്തോടെ പോകാൻ പറ്റുള്ളൂ. ശരി. ഞാൻ പറയുന്നത് മറ്റൊരു പോയിന്റാണ്. അതായത് ഇതിനകത്ത് ഈ അന്വേഷണം ഇതിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വന്നത്, സാധാരണഗതിയിൽ ഇത്തരം ന്യൂസുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രതിപക്ഷത്തുള്ള, കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ രമേശ് ചെന്നിത്തല ഇതുപോലെ കുറെ ബ്രേക്കിങ്സ് നടത്തി നമ്മൾ കണ്ടു. അതിനെയൊക്കെ മുഖ്യമന്ത്രി നേരിട്ടത് എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ കണ്ടു. അത് എവിടെയും എത്താതെ ഇപ്പോഴും തിരുനക്കര തന്നെയാണ് വഞ്ചി. കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടു, അന്വേഷിച്ചു, എവിടെയും എത്തിയില്ല. ഇപ്പോഴും അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. എവിടെയാണ് എന്ന് നമുക്ക് ഇനിയിപ്പോ പക്ഷെ അതിലൊരു തിരുത്തു വേണ്ടേ ശ്രീ പൊടിപ്പാറ? അതായത് ഇവിടെ ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദത്തിനനുസരിച്ച് ആ സർക്കാരിനെ പിടികൂടാൻ കഴിയുന്ന ഒന്നുമില്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ കൂടി അതിനെ കാണണം. അതെ, അങ്ങനെ വേണമെങ്കിലും ഒരു വ്യാഖ്യാനം ആവാം. ഒന്നുമില്ലാത്തതാണ്, അതുകൊണ്ട് ഒന്നും കണ്ടെത്തിയില്ല എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അവിടെ ശരത്തെ ഒരു കാര്യം മറന്നു പോകരുത്. വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ, ഇപ്പോഴത്തെ സൂപ്പർ DGPയേക്കാൾ ശക്തനായ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും കരുത്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ വിഷയത്തിൽ 1 വർഷത്തോളം ജയിലിൽ കിടന്ന് ഇപ്പോ അനാരോഗ്യത്തിന്റെ പേരിൽ ജാമ്യം കിട്ടി പുറത്തിരിക്കുകയാണെന്നുള്ളത് കൂടി ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ അതൊരു സർക്കാരിലേക്ക് നീങ്ങിയോ? ആ കാര്യങ്ങൾ പോയി എന്നുള്ളത് നമ്മൾ അവഗണിക്കാൻ പറ്റുന്ന ഒരു ഘടകമല്ല. അത് വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നതിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആകെ എന്ന നിലയിലേക്ക് ഒരു വലിയ വ്യാഖ്യാനം ഉണ്ടായത്. ആ വ്യാഖ്യാനത്തിലേക്ക് അത് പോയോ? ആ അറസ്റ്റും ജയിൽവാസവും എന്നത് അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലയിൽ അത് ഒതുങ്ങുകയും അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അത് പടർന്നോ? മുഖ്യമന്ത്രിയിലേക്ക് അതെത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞോ? കഴിയാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മാറ്റിവെച്ചിട്ട് സംസാരിച്ചു പോകാൻ കഴിയില്ലല്ലോ. ഇല്ല ശരത്തെ, ഞാൻ വാദത്തിന് വേണ്ടി ശരത്തിന്റെ വാദത്തെ അംഗീകരിക്കുന്നു. കാരണം കേന്ദ്ര ഏജൻസികൾ അതിനകത്ത് കൃത്യമായി ടാഞ്ചിബിൾ ആയിട്ടുള്ള, കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ ഒന്നും കണ്ടെത്താത്തടത്തോളം കാലം മുഖ്യമന്ത്രി അതിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം അതിനകത്ത് കുറ്റവിമുക്തനാണ് എന്ന് തന്നെ ശിക്ഷിക്കപ്പെടുവോളൂ, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്നിടത്തോളം അദ്ദേഹം കുറ്റവാളി അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാനത് അംഗീകരിക്കുന്നു, അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്റെ ഏറ്റവും പ്രസക്തമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തില് ഈ ശിവശങ്കർ എന്ന് പറയുന്ന അതിശക്തനായ, കരുത്തനായ, ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താ പറയാ, ചില കേസുകളില്, ചില പ്രത്യേക കേസുകളില് ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ചാനൽ ഓഫീസുകളിൽ പോയി ചാനൽ മേധാവികളെ കണ്ട് സംസാരിച്ച് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ദൗത്യം പോലും നിർവഹിച്ച മനുഷ്യനാണ് ശിവശങ്കർ. ആ മനുഷ്യനാണ് ഇങ്ങനെ ഈ കേസിൽ അകപ്പെട്ടത്. എന്നിട്ട് ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയാതെ പോയി. ഇപ്പോ PV അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി MLA അതിശക്തനായ സൂപ്പർ DGP അജിത് കുമാറിനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വരെ ഇതൊന്നും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇന്റലിജൻസ് സംവിധാനമോ ഒന്നും അറിഞ്ഞില്ല. അവരാരും മുഖ്യമന്ത്രിയെയോ മറ്റാരെയെങ്കിലുമോ ഇത് അറിയിച്ചില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും ഇത് അറിയാൻ കഴിയാതെ പോയി എന്ന് പറയുന്നിടത്ത് ഒരു വലിയ പരാജയമില്ലേ ശരത്തെ? ഒരു വലിയ ഭരണ പരാജയമില്ല ഇത്. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥര്, പ്രധാന സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ആളുകളുടെ വീഴ്ചകൾ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് വരെ, അത് പ്രതിപക്ഷ നേതാവാകട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ PV അൻവർ ആകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളാവട്ടെ, ഇവരിത് ബ്രേക്ക് ചെയ്ത് പൊതുസമക്ഷത്തില് പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്ത് വലിയ വാർത്തയാക്കി വിവാദമാക്കുന്നത് വരെ ഇതൊന്നും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനമോ ഇന്റലിജൻസ് സംവിധാനമോ ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതെ, ഈ ചർച്ചയുടെ ഭാഗമായി വാദത്തിന് വേണ്ടി അത് അംഗീകരിച്ചാൽ തന്നെ അങ്ങനെ അറിവ് ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും വ്യക്തമായ സംസ്ഥാന പോലീസ് മേധാവിയോട് തന്നെ അന്വേഷിക്കാൻ പറയുമ്പോൾ
മുൻപത് ചെയ്തില്ല എന്ന് പറയുന്നത് ആ നിലയിലെടുക്കാൻ കഴിയുമോ? കാരണം അറിഞ്ഞ ഉടൻ ഏറ്റവും ശക്തമായ അന്വേഷണത്തിനാണ് ഒരു ഭരണാധികാരി ഉത്തരവിടുന്നത് എങ്കിൽ എങ്ങനെയാണ് മുമ്പ് പറഞ്ഞ ആ ആക്ഷേപം വളരെ ഗൗരവമുള്ളതാകുന്നത്? കാരണം അതിന് തടസ്സം അദ്ദേഹത്തിന് ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. കാരണം അങ്ങനെ വിവരം അറിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അന്വേഷിച്ചിരിക്കും, അത് പോലീസ് മേധാവി തന്നെ അന്വേഷിക്കുമെന്ന് ഒരു ഭരണാധികാരി പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ളൊരു നിലപാടല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കേൾക്കാം. ആ, ശരത് പറഞ്ഞ ആ പോയിന്റിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഈ ആരോപണം വന്നു, PV അൻവർ ഉന്നയിച്ച ആ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ആ പോലീസ് ഓഫീസർക്കെതിരെയും പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിനെതിരെയും അതുപോലെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നു. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ആരോപണങ്ങൾ അതിശക്തമായിട്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എന്താ പറയാ വല്ലാത്ത വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് വളരെ കൃത്യമായി തന്നെ പറയുന്നു, പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകൾ ഞങ്ങൾ നീക്കും, ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷെ അപ്പോ സാധാരണഗതിയിൽ ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മാധ്യമ പ്രവർത്തകരൊക്കെ അവരുടെ ഒരു സെൻസ് വെച്ച് ചിന്തിക്കുന്നത് എന്താ? അതാണ് മാധ്യമങ്ങൾ ഇന്നലെ ചിന്തിച്ചത്. തീർച്ചയായിട്ടും ഈ എന്താ പറയാ PV അൻവറുമായിട്ട് ഫോണിൽ സംസാരിച്ച് അദ്ദേഹത്തിന്റെ വിധേയനാകാം, അടിമക്കണ്ണാകാം, ജീവിതകാലം മുഴുവൻ ഞാൻ 25 വർഷം സർവീസ് ഉണ്ട്, മിനിമം ഞാൻ DGP എങ്കിലും ആകും എന്ന് പറയുന്ന ഒരു ഓഫീസർ അദ്ദേഹത്തിന് അനന്തകാലം വിധേയനായിരിക്കാം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു മിനിമം ഒരു സസ്പെൻഷനെങ്കിലും കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു എന്താ പറയാ, അത് വെറും സ്പെക്യുലേഷൻ അല്ല, സാധാരണ ന്യായം വെച്ച് അത്രയെങ്കിലും അയാൾ അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും അയാൾക്ക് സസ്പെൻഷൻ. മാധ്യമ പ്രവർത്തകരുടെ നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് വാർത്തയോടാണ്. ആ വാർത്ത എന്ന് പറയുന്നതിന് ഈ കാലത്ത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് കിട്ടും വിധത്തിലേക്ക് അതിനെ എങ്ങനെ ഹെഡ്ലൈൻസ് സെറ്റ് ചെയ്യാം, ബ്രേക്കിംഗ് ന്യൂസ് സെറ്റ് ചെയ്യാം, അതിലേറ്റവും നല്ലത് നടപടി ഉണ്ടാകും എന്ന് പറയുന്നതിന് പകരം നമ്മളുടെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു ബോധ്യം, അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചിടത്ത് തന്നെ ആ യാഥാർത്ഥ്യം താങ്കൾ പറഞ്ഞതിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മീഡിയ ഡ്രൈവ്. ആ മീഡിയ ഡ്രൈവിനനുസരിച്ചാണ് ഒരു സർക്കാർ പോകേണ്ടത്. ഒരു സംവിധാനത്തിനകത്ത് ശരിയായ ഒരു അന്വേഷണത്തിന്, ശക്തമായ അന്വേഷണത്തിന് പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി പോകണ്ടേ? ഒരു മാസവും വെച്ചിട്ടുണ്ട്. അതല്ലാതെ അനന്തമായ ഒരു അന്വേഷണം, തൽക്കാലം കണ്ണിൽ പൊടിയിടാൻ ഒരു അന്വേഷണം എന്ന് പറയാനേ കഴിയില്ലല്ലോ ഇതിൽ. അപ്പോൾ പിന്നെ ആ മീഡിയ ഡ്രൈവിന് അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തന്നെ, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിൽ PV അൻവറുടെ പ്രസ്താവനകൾ അതേപടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാനോ അതിന് ഭയങ്കര ഹൈപ്പ് കൊടുക്കാനോ ഒന്നും പല മുഖ്യധാരാ മാധ്യമങ്ങളും തയ്യാറായില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സെക്യൂരിറ്റി തടഞ്ഞു, പിറ്റേ ദിവസം അദ്ദേഹം അവിടെ ധർണ നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ADGPയിലേക്കും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും അതുപോലെ തന്നെ SP-യുടെ ഫോൺ സന്ദേശത്തിന്റെ ശബ്ദരേഖ പുറത്തുവിടുകയൊക്കെ ചെയ്തപ്പോഴാണ് ഈ PV അൻവർ ഇത് എന്തോ ഒരുങ്ങി തന്നെയാണെന്നൊരു തോന്നൽ വന്നതോടെയാണ് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനൊപ്പം ചേർന്നതും. അല്ല, അതിലൊന്നും ഒരു തെറ്റുമില്ലെന്ന്. ധാന്യത്തോടെ അതൊരു മാധ്യമ വ്യവസായത്തിന്റെ, മാധ്യമ ബിസിനസിന്റെ ഭാഗമായി അതിനെ പ്രോത്സാഹിപ്പിക്കണം. എന്താ സംശയം? അതിലൊന്നും തടസ്സമില്ല. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഞാൻ ചോദിക്കാൻ വന്നൊരു പോയിന്റ് ഇതാണ്. ശരത്തിന് തന്നെ ബോധ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും മുഖമുദ്ര, ഈ കൈരളി ഒഴിച്ച് ബാക്കി എല്ലാ മാധ്യമങ്ങളുടെയും മുഖമുദ്ര എന്ന് പറയുന്നത് CPM വിരോധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്, ഇടതുപക്ഷ വിരോധമാണ്, പിണറായി വിരോധമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിനകത്ത് അത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടല്ലേ നമ്മൾ ചർച്ച ചെയ്തു പോവുക. ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഇഷ്യൂ ബേസ്ഡായി മാധ്യമങ്ങളുടെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ചിലത് ആഗ്രഹിക്കുക. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്കാണ്. നമ്മൾ ചിലത് ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മൾ ചില നടപടികൾ ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് കുറേ മുന്നോട്ട് പോവുക. എന്നിട്ട് സർക്കാർ അതിൽ വരാതിരിക്കുമ്പോൾ ആ സർക്കാരിനോട് ഒരു ഇച്ഛാഭംഗം തോന്നുക. അതിനിടയിൽ വളരെ ഗൗരവമായ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പരാതി എഴുതി കൊടുത്തയാൾ തന്നെ നല്ല വിശ്വാസം ഈ അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തൃപ്തിപ്പെടാതിരിക്കുക. കാരണം അതിന് മുമ്പ് പലതും പറഞ്ഞുപോയി, ചിലത് നമ്മൾ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി അങ്ങ് ഒപ്പിട്ടാൽ മതി എന്ന നിലയിൽ പറഞ്ഞു വെക്കുക. ഇത് ആളുകളോട് പറഞ്ഞും പോയി, ഇതൊന്നും ശരിയാവുന്നുമില്ല. അത്തരമൊരു മീഡിയ ഡ്രൈവിലേക്ക് ഒരു സർക്കാർ പൂർണ്ണമായി വീണുപോയാൽ എന്താകും അവസ്ഥ?
മാധ്യമങ്ങളുടെ ജോലി ചെയ്യുക, സർക്കാരിൻ്റെ ജോലി ചെയ്യുക, അതിനെ വിലയിരുത്തുക എന്ന് പറയുന്ന മാധ്യമ ഉത്തരവാദിത്വത്തിനപ്പുറത്തേക്ക് സർക്കാർ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ പറയും എന്ന നിലയിലേക്ക് പോകാമോ? അതിന് വഴങ്ങാത്തയാളാണ് പിണറായി വിജയൻ എന്നുള്ളതും ഞാൻ നേരത്തെ ശ്രീ പൊടിപ്പാറയുടെ അത് ചോദിച്ചു. അത് വഴങ്ങാത്തത് എന്ന് പറഞ്ഞാൽ ഒരു ശാഠ്യം പോലെയല്ല, ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതും പ്രധാനമല്ലേ? നമ്മൾ ഈ വിഷയങ്ങളിൽ ഇക്കാര്യങ്ങളല്ലേ അനലൈസ് ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുടിപ്പാറ ചൂണ്ടിക്കാണിച്ചത് ശരത്തെ. ഒന്നാമത് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് പത്തനംതിട്ട SP എസ് സുജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അദ്ദേഹം ഒരു കേന്ദ്ര സർവീസിലുള്ള ആളാണ്, IPS ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അങ്ങ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിയമമനുസരിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചില ചട്ടവട്ടങ്ങളുണ്ട്, നടപടിയെടുക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ്റെ വേദിയിലിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലൊരു പരാതിയില്ല ശരത്തെ. ടെലിവിഷനിൽ വന്നുപോയ ചില ഇമേജുകൾ മാത്രമേ ഉള്ളൂ. വാർത്ത, സമൂഹത്തിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വാർത്തകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉള്ളൂ. അത് വെച്ചിട്ട് കേരളത്തിലെ ക്രമസമാധാന ചുമതലയിലുള്ള ഒരു ADGPയെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എഴുതിയ രേഖാമൂലമുള്ള ഒരു പരാതി അൻവറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്നോർക്കണം. ഞാനൊരു ഉദാഹരണം കൂടെ പറയട്ടെ ശരത്തെ. 85-88 ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തെ പത്രക്കാർ പോലീസുമായിട്ട് വഴക്കുണ്ടാക്കി, പോലീസ് ഞങ്ങളെ തല്ലി. അപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് പത്രക്കാരൊക്കെ കൂടി സമരം ചെയ്തു. നമ്മുടെ പ്രസ് റൂമിൻ്റെ ആ ഭാഗത്തെ ഗേറ്റിലാണ് ഞങ്ങളെല്ലാം കൂടെ നിന്ന്. ഞാൻ തന്നെ എൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട്. അപ്പോൾ IG ജോസഫ് തോമസ് ആണ് നമ്മളെ നേരിടുന്നത്. ജോസഫ് തോമസ് വളരെ സൗമ്യനായിട്ടാണ് ഇടപെട്ടത്. ശരത്തിനറിയാമോ, അദ്ദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് അടിയന്തരാവസ്ഥ സമയത്ത് മർദ്ദിക്കാൻ പോലീസുകാരെ വിട്ട് മർദ്ദിച്ചത് ഈ ജോസഫ് തോമസാണ്. ആ സമയത്താണ് അദ്ദേഹം നമ്മളെ ശക്തമായിട്ട് നേരിട്ടു. പക്ഷേ വളരെ മൃദുവായിട്ട്, സോഫ്റ്റായിട്ട്, നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇങ്ങോട്ട് വരരുത്, സെക്രട്ടേറിയറ്റ് കയറരുത്, ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ സമ്മർദ്ദമൊക്കെ ചെലുത്തി. പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഞങ്ങൾ കരുണാകരനെ പോയി കണ്ടു, മുഖ്യമന്ത്രി കരുണാകരൻ കണ്ടു. പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇത് കന്റോൺമെൻറ്റ് SIയെ സസ്പെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാനൊക്കെ വളരെ വാശിയോടുകൂടി. അപ്പം കരുണാകരൻ പറഞ്ഞൊരു വാചകമുണ്ട്, എടൂ താനൊന്ന് ശമിക്കേ, ശാന്തനാവ്. ഞാൻ പറയട്ടെ, അങ്ങനെ നമ്മൾ ഒരാളെ ഒരു SIയെ സസ്പെൻഡ് ചെയ്യാം. നാളെ അയാൾ കോടതിയിലങ്ങനെ പോയി ഉത്തരവും മേടിച്ചുകൊണ്ട് വന്നാൽ അയാൾ നമ്മുടെ മുന്നിൽ കൂടെ തൊപ്പിയും വെച്ച് നടക്കൂടൂ. അതാണ് കരുണാകരൻ അന്നത്തെ. എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ബോധമുണ്ടായത് അന്നാണ്. കരുണാകരൻ അന്നത്തെ മുഖ്യമന്ത്രി, നമ്മളൊരു പത്രക്കാരൻ, ജൂനിയർ പത്രക്കാരൻ, നമ്മളിച്ചിരി നേതാവ് കളിച്ച് എന്നതാണ് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്. ആ ഒരു കാര്യവിവരം, ആ ഒരു പക്വത ഭരണത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാവണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല എന്നാണ് എൻ്റെ പക്ഷം. പിന്നീട് അദ്ദേഹം പൊടിപ്പാറ പറഞ്ഞ വേറൊരു കാര്യം, എന്താ ശരത്തെ, വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, എനിക്കത് കുറിച്ച് പറയാനുണ്ട്. പെട്ടെന്ന് ഉള്ള അന്വേഷണത്തിൻ്റെ കാര്യം ഇതുതന്നെയാണ്. അങ്ങനെ ഒരു ആലോചനയോടുകൂടി കാര്യം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കാൻ ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിക്ക്, അത് ആരുമായിട്ട് ഇവിടെ കേരളത്തിലെ രണ്ടാമത്തെ കാര്യം, എത്രയോ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊടിപ്പാറ ചോദിക്കുകയാണ്, ഇത് മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് കണ്ടില്ലേ എന്ന്. ശരിയാണ്, മുഖ്യമന്ത്രിക്ക് അതിൻ്റെ സംവിധാനം ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട കീ പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആഭ്യന്തര വകുപ്പ് വളരെ സെൻസിറ്റീവായിട്ടുള്ള വകുപ്പാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന് പിഴവ് പറ്റിയാൽ, വീഴ്ച പറ്റിയാൽ അത് കണ്ടുപിടിക്കാൻ കഴിയണം. പക്ഷേ ശിവശങ്കറിൻ്റെ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശിവശങ്കറിന് പിഴവ് പറ്റി, പക്ഷേ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റിയില്ലേ, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ലേ, യാതൊരു സംശയവുമില്ലാതെ. അതേപോലെ മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്ത്രീ വിളയാടിയത് നമ്മളറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസേഷണൽ വാർത്തയായിട്ട് മാറിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിടന്ന് വിളയാടി, അന്ന് മുഖ്യമന്ത്രി കണ്ടില്ലല്ലോ. അത് അങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെടണം എന്നില്ല ഇത്തരം കാര്യങ്ങളൊന്നും. പക്ഷേ അത് കാണുമ്പോൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുക, അതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്.
എനിക്ക് തോന്നുന്നു ഇതിലെ മുഖ്യമന്ത്രി ആ കോട്ടയത്തെ പ്രസംഗത്തിൽ തന്നെ അതിനുള്ള വ്യക്തമായ സൂചന നൽകി. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് കാത്തിരിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചർച്ചയ്ക്കിരിക്കാം. ഒരു മാസം കാത്തിരുന്നാൽ മതി എന്നാണ് ഇപ്പോഴത്തെ ഒരു തോന്നൽ, ജേക്കബ് ജോർജ്. അതെ അതെ, നമുക്ക് നോക്കാം. അതെ, വീണ്ടും 3 പേരിലേക്കും വളരെ ചുരുക്കി നമുക്ക് ഈ സമയത്തിനകത്ത് നിർത്തി ചർച്ച വേഗത്തിൽ അവസാനിപ്പിക്കാം. നേരത്തെ പൊടിപ്പാറയുടെ നിരീക്ഷണം, ശ്രീ ജോർജ് പൊടിപ്പാറയുടെ നിരീക്ഷണം ഇവിടെ റെജി ലൂക്കോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ താങ്കൾക്ക് ശക്തമായ വിയോജിപ്പിൻ്റെ ചില പോയിൻറ്റ്സ് ഉണ്ടാവും, ഉറപ്പാണ്. അതെന്താണ് എന്നുള്ളതൊന്ന് ചുരുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരം ഗുരുതരമായ ഒരു സാഹചര്യം ഒരു MLA, ഭരണകക്ഷി MLA വെളിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് സർക്കാർ അറിയേണ്ടതല്ലേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പരിശോധനയുടെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ടായ ഇത്തരം സംശയങ്ങൾ അത് ദൂരീകരിക്കുക, യാഥാർത്ഥ്യം എന്താണ്, ആരോപണങ്ങളുടെ വസ്തുത എന്താണ്, ഇത് കേവലം ആരോപണം മാത്രമാണോ അതോ അത് ശരിയാണോ എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടിയല്ലേ റെജി ലൂക്കോസ്? യാതൊരു സംശയം അക്കാര്യത്തിലില്ലല്ലോ. ഒപ്പം ശക്തമായ നടപടി, അതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ, ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണ് എങ്കിൽ ശക്തമായ നടപടിയും. യെസ്, പറയും. തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ കാര്യമായ രീതിയിൽ വാർത്ത കൊടുക്കാത്ത ഒരു വസ്തുതയുണ്ട്. എന്താ വെച്ചാൽ അവർ മൂടി വെക്കുന്ന, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പഴി പറയാൻ വേണ്ടി മാത്രം അവരുടെ ആയുധമാക്കുന്നതിന് വേണ്ടി മൂടി വെച്ചു എന്നാണ് ഈ ദേശീയ തലത്തിൽ നമ്മുടെ പോലീസ് സേനയിലെ ക്രിമിനലുടെ പെർസെൻ്റ് എത്ര അറിയാം? ഞാൻ ഇന്നലെ പറഞ്ഞ എങ്കിലും പ്രേക്ഷകർ അത് കേൾക്കണം. 12%. അപ്പോഴും കേരളത്തിൽ അത് 6% ഉണ്ടായിരുന്നുള്ളൂ. 2016 നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 6%ആണ് കേരളത്തിലെ പോലീസിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. കാലങ്ങളായിട്ട് നമ്മുടെ പോലീസ് സേന അങ്ങനെ എടുത്തൊരു പോലീസ് സേനയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ 2021 കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ക്രൈം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 4% അത് കുറഞ്ഞു. അതായത് പിണറായി വിജയൻ സർക്കാർ 2021 ആയപ്പോഴത്തേക്കും ആ ക്രിമിനലുകളുടെ എണ്ണം 4% കുറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായിട്ട് ആ ഓഫീസേഴ്സിനോട് പറഞ്ഞ വേറൊരു വസ്തുതയുണ്ട്. അതെന്താ അറിയോ? 108 പോലീസ് ഉദ്യോഗസ്ഥർ, 2 DYSPമാരുൾപ്പെടെ 108 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടിയ സർക്കാർ. 202 പേര് ഇപ്പോൾ പിരിച്ചുവിടലിൻ്റെ വക്കിലാണ്. എന്നാൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ടോ? കോടതിയുടെ ശിക്ഷയുടെ പേരിൽ പിരിച്ചുവിടപ്പെട്ട അല്ലാണ്ട് അങ്ങനെ ഒരു ചരിത്രമില്ല. അവിടെയാണ് പൊടിവാർ സാറ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇത് അറിയണ്ടല്ലേ എന്ന് ചോദിച്ചത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസ് സേനയെ എങ്ങനെ ഭരിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെയാണ് വിവരങ്ങൾ അറിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച കണക്ക്. അല്ലെങ്കിൽ സാറ് തിരുത്തെ. പിന്നെ വേറൊരു കാര്യം, ഈ പറയുന്ന രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതെങ്കിലും രീതിയിലുള്ള പിഴവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ചർമ്മിത ചരണം പോലെ ചർച്ച ചെയ്തിട്ട് 2021 മുമ്പ് നിങ്ങൾ നടത്തിയ ഇത്തരം വെളിപ്പെടുത്തലുകളും ചർച്ചകൾക്കും എന്തുകൊണ്ടാണ് നിയമപരമായ രീതിയിൽ ഒരു തെളിവും ഇവിടുത്തെ കോടതികൾക്കോ ഈ അന്വേഷണ ഏജൻസികൾക്കോ കണ്ടുപിടിക്കാതിരുന്നത്? ഇപ്പം നിങ്ങൾ പറയുന്നു PV അൻവർ ആരോപിച്ച ആരോപണം അനുസരിച്ച് അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്കും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കും എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത്? സാറേ, അത് അറിഞ്ഞില്ല എന്നുള്ളത് നിങ്ങളെങ്ങനെ ഇപ്പം തീർപ്പാക്കുന്നത്? കേരളത്തിൽ ഇപ്പം ജേക്കബ് സാർ അത് കൃത്യമായിട്ട് പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു പരാതി കിട്ടിയിരിക്കുന്നു PV അൻവറിൻ്റെ. ആ പരാതി അന്വേഷിച്ച് വസ്തുതകൾ തിരിച്ചറിയുന്നതിന് മുമ്പേ നിങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വരുന്ന ഒരു കഥയനുസരിച്ച് നിങ്ങളിപ്പോൾ തീർപ്പ് കൽപ്പിക്കുന്നത്? അത് അബ്സല്യൂട്ട്ലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു, അല്ലെങ്കിൽ നിങ്ങൾ കൃത്രിമമായിട്ട് ചമച്ചിരിക്കുന്ന ഒരു ആരോപണമല്ലേ? ജേക്കബ് പൊടിവാർ സാറിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ പറയാവോ? അത് തെറ്റല്ലേ? അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അതായത് മുഖ്യമന്ത്രി PV അൻവറിനോട് പറഞ്ഞത് ഇന്നലെ എന്താ അദ്ദേഹം പറഞ്ഞത്? അന്വേഷിക്കാതെ കൊണ്ട് ഒരാളെ എങ്ങനെയാണ് സാറേ കുറ്റവാളിയാക്കുന്നത്? അന്വേഷിക്കാതെ കൊണ്ട് നടപടി സ്വീകരിക്കാൻ ഇന്ത്യയുടെ പീനൽ കോഡിലോ ഭരണഘടനയിലോ വ്യവസ്ഥയുണ്ടോ? അന്വേഷിച്ച് കണ്ടെത്തട്ടെ സാറേ. അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നിങ്ങൾ ആരോണം പറയാം? താങ്കളുടെ മറുപടി ഇത് അദ്ദേഹം നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താങ്കളോട് അത് ചോദിച്ചതാണ്. അത് ഒരു ചെറിയ കാര്യം കൂടി. ഇപ്പോൾ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, ശിവശങ്കറിനെ ഉദാഹരിച്ചു. അതൊരു രാഷ്ട്രീയ വിവാദമായി സ്വർണ്ണക്കള്ളക്കടത്തിനെ കൊണ്ടുപോയപ്പോൾ ശിവശങ്കറിനെ ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാം എന്ന ശ്രമം മാധ്യമങ്ങളെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും തീർത്തും പാളി. ജനങ്ങളടക്കം അത് തള്ളിക്കൊണ്ടാണ് ചരിത്രപരമായ ഒരു സർക്കാർ, അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത്. ഇവിടെ ഇപ്പോൾ ADGPക്കെതിരായ ഒരു ഗുരുതര വെളിപ്പെടുത്തലും ആരോപണങ്ങളും നിൽക്കുമ്പോൾ അതിൽ അന്വേഷണവും കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തെ ആഭ്യന്തര വകുപ്പിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കണക്ട് ചെയ്യാനുള്ള ഒരു വലിയ പരിശ്രമം ഇപ്പോൾ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്തു നിന്ന് വന്നാൽ മുൻ അനുഭവം തന്നെയാകും അവരെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ.
അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് കൂട്ടായി ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ. അത് അത് ഒരു നല്ല കാര്യമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും കണക്ഷൻ ഇല്ല എന്ന് വരുന്നത് കേൾക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനെ അദ്ദേഹം ഈ രീതിയിൽ അദ്ദേഹത്തിന് ഇതിലൊക്കെ ബന്ധമുണ്ടെന്ന് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ റെജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ നമ്മൾ ഒരു ജനാധിപത്യ കീഴ്വഴക്കം അനുസരിച്ച്, അതും ചെറിയ ആരോപണമല്ല, ഒരു ഭരണപക്ഷ MLA ഉന്നയിച്ച ഗൗരവതരമായ ആരോപണങ്ങളാണ്. അത്തരം ആരോപണങ്ങൾക്ക് വിധേയരാകുന്ന ആളുകളെ ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം വിധേയനാകുന്നത്. അദ്ദേഹത്തിന് നേരെ ഈ കൂരമ്പുകൾ വരുന്നത്. അങ്ങനെ അതേ സ്ഥാനത്ത് ആ ആളെ ഇരുത്തി, അല്ലെങ്കിൽ ആ ആരോപണ വിധേയരെ എല്ലാം അതാതിടങ്ങളിൽ കുറച്ചുകൂടി ഉറപ്പിച്ചിരുത്തിയിട്ട് ഒരു അന്വേഷണം നടത്തുക എന്നുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്ര അഭിലഷണീയമായ ഒരു രീതിയാണോ? ആരോപണ വിധേയരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അവരെ പിരിച്ചുവിടണമെന്നോ സസ്പെൻഡ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. തൽസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അവരെ ഏത് സ്ഥാനത്തിരുന്നുകൊണ്ടാണോ ആരോപണ വിധേയരായത് ആ സ്ഥാനത്ത് നിന്ന് തൽക്കാലം ഒന്ന് മാറ്റിയിരുത്തിയിട്ട്, അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ഈ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണത്തിൽ കുറച്ചുകൂടി പഞ്ചുണ്ടാവും, കുറെ കൂടി അർത്ഥമുണ്ടാവും. ആ പോയിന്റിലാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. റജി, ചുരുക്കി വേണം, ചുരുക്കി. സാറേ, അല്ലെങ്കിൽ എനിക്കൊരു ഒറ്റ കാര്യം പറയാം സാറേ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നാളുകളിൽ ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ബാർക്കോഴ കുംഭമായിട്ട് എന്തെല്ലാം വിഷയം ഉണ്ടായി. അന്ന് കെ ബാബു എന്ന് പറയുന്ന മന്ത്രി രാജിക്കത്ത് എഴുതി കൊടുത്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ. അദ്ദേഹം പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ആ രാജി സ്വീകരിച്ചില്ല. ആ ധാർമ്മികതയുടെ 7 അയലോക്കത്തുണ്ടോ? ഇപ്പം നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച് പറയുന്ന ഇത്തരം എന്താ പറയുക തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിനെക്കുറിച്ച് ഇപ്പം ധാർമ്മികത പറയുമ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ മറുപടി പറയാനുള്ളത്? ഞാൻ ഒരൊറ്റ കാര്യം ഒന്ന് റജിയോട് ചോദിച്ചോട്ടെ. പ്രിയപ്പെട്ട റജി ലൂക്കോസ്, ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. അതായത് കേരളം കണ്ട ഏറ്റവും വലിയ സമരമാണ് നമ്മൾ സെക്രട്ടേറിയറ്റിൽ നടത്തിയ ഉപരോധം. അതായത് സോളാർ കേസിന്റെയും ബാർക്കോഴ കേസിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അന്ന് നടന്ന ആ ഉപരോധം. എന്നിട്ട് അതിന്റെ അവസാനം എന്തായി? അതിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? മാണി സാറ് ശിക്ഷിക്കപ്പെട്ടോ? നിയമസഭയിൽ ഇത്രയും വലിയ കോലാഹലം നടന്നിട്ട് ശിക്ഷിക്കപ്പെട്ടോ? അപ്പൊ സമരം ചെയ്യുക, മാധ്യമങ്ങൾ ആഘോഷിക്കുക എന്നുള്ളത് മുഴുവൻ അത് തെളിഞ്ഞിട്ടൊന്നും അല്ല. ഒരു നല്ല ഇരയെ കിട്ടിയാൽ, താങ്കൾ തന്നെ അത് ശരിവെച്ചു. ഓക്കെ, ശരി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഈ ADGPയുടേതായാലും പത്തനംതിട്ട മുൻ SP-യുടെ കാര്യത്തിലായാലും, പത്തനംതിട്ട മുൻ SP-യുടെ കാര്യത്തിൽ വളരെ ക്ലിയറായൊരു ഓഡിയോ സന്ദേശം വന്നു. അന്വേഷണ ഘട്ടത്തിൽ തന്നെ സ്ഥലം മാറ്റം എന്ന തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോഴും ഏതെങ്കിലും നമ്മളെപ്പോഴും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വേറൊരു ലാവണം കൊടുക്കുകയല്ല ചെയ്തത്. ഇപ്പോഴും വാർത്തകളുള്ള സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അതിൽ വളരെ സ്പെസിഫിക്കായി തന്നെ ആ SP-യുടെ മനോഭാവം എല്ലാ തരത്തിലും ആളുകളുടെ മുമ്പിൽ അത്രമേൽ ഇടിഞ്ഞു വീഴും വിധത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. അതത്ര വന്നതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ വരും. മറ്റ് ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷിക്കുന്നു. മുമ്പിലുള്ളത് വെളിപ്പെടുത്തലും പരാതിയുമാണ്. ആ പരാതി പ്രാഥമിക അന്വേഷണം നടക്കും. ഇതിനെ ഇങ്ങനെ വേർതിരിച്ച് കാണാനാണോ ജേക്കബ് ജോർജ് ഇഷ്ടപ്പെടുന്നത്? അല്ല, അതിനെ ഇപ്പോൾ അൻവർ കൊടുത്തിരിക്കുന്ന പരാതി റിട്ടേൺ കംപ്ലയിൻറ്റ് ഇത് കൊടുത്തതേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിയതേ ഉള്ളൂ. അതിപ്പോൾ DGPയുടെ അടുത്ത് എന്തെങ്കിലും ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നിട്ടുണ്ടാവണം. അതൊന്ന് വരട്ടെ എന്താണെങ്കിലും. പിന്നെ ഒരൊറ്റ വാചകം, എനിക്ക് കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത്, നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് പുടിപ്പാറ, അത് കേരള ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിന് കത്തെഴുതിയത്. ഇത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ യാതൊരു വകുപ്പുമില്ല, സ്റ്റേറ്റിൻ്റെ വിഷയമല്ല. വിമാനത്താവളം, കസ്റ്റംസ് എല്ലാം നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ചോളൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേന്ദ്രത്തിന് കത്തെഴുതിയത്. എവിടെ നിന്നാണ് ഈ സ്വർണം വാങ്ങിയത്? ദുബൈയിൽ നിന്ന്. കേരളത്തിലെ പോലീസിന് പോയി അന്വേഷിക്കാൻ പറ്റുമോ? ഒരു പോലീസ് SIക്ക് അവിടെ പോയി അന്വേഷിക്കാൻ പറ്റുമോ? ആരാണ് വാങ്ങിയത്? ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടേക്ക് കൊണ്ടുപോയി? ഇതൊക്കെ കേന്ദ്ര ഏജൻസികൾക്ക് നിമിഷം വെച്ച് അന്വേഷിക്കാം. കണ്ടില്ലല്ലോ, അവർ കണ്ടുപിടിച്ചില്ല. എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ഇന്നും ഉയർന്നു നിൽക്കുന്ന പ്രസക്തിയുള്ള ചോദ്യം തന്നെയാണ്. അതാണ് എനിക്ക് അതേക്കുറിച്ച്. ഏതായാലും ഈ ചർച്ച എനിക്ക് തോന്നുന്നു കുറേ കൂടി ശരിയായ ഓർമ്മപ്പെടുത്തലുകൾ, വളരെ കൃത്യമായ ചില ആശങ്കകൾ, ചില വിമർശനങ്ങൾ, ചില ശക്തമായ നിരീക്ഷണങ്ങൾ, ഇതിനിടയിൽ മാധ്യമങ്ങളുടെ സമീപനം, ആ മാധ്യമ സമീപനത്തിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തെ അതിൻ്റേതായ ഗൗരവത്തോടെ ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നിലയിൽ സർക്കാർ, മുഖ്യമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു സാഹചര്യത്തെയാണ് ഈ ചർച്ചയിൽ പല നിലയ്ക്കും പ്രതിനിധാനം ചെയ്ത് അടയാളപ്പെടുത്തിയതെന്ന് വിചാരിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.